സിനിമയിലെ ആദ്യകാല വില്ലൻ, നിരവധി അനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഭരത അവാർഡിന് അർഹനായ അനശ്വരനായ ശ്രീ ബാലൻ കെ നായരായി രംഗത്ത് വരുന്നു ശ്രീ കലാഭവൻ ജയകുമാർ. ആന്ധ്രാക്കാരൻ, ഒരു സുന്ദരിയാണ് മറ്റോ, നിന്റെ മകൻ ചിരികണ്ഠൻ, അവനെവിടെയുണ്ട്? അറിയാം, പറയില്ല, മകനല്ലേ? ഇ കെ നായനാരും പി കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തല്ലിയ കൈ ഇല്ലേ? എന്നെ കൊണ്ടുവയ്യ, ഇങ്ങനെ വിട്ടിയാക്കണമായിരുന്നോ താന്? തനിക്ക് ഞാൻ മാപ്പ് തരാം. തലയ്ക്ക് സ്ഥിരതയില്ലാതെ അകത്ത് കിടക്കുന്ന ആ പാവം തള്ളയോട് ഇയാൾ എന്തിന്റെ പേരിലാ മാപ്പ് ചോദിക്കുക? ഒന്നുറക്കെ കരയാൻ പോലും അറിയാത്ത എന്റെ മോൾ രാധയോട് ഇയാൾ എന്തിന്റെ പേരിലാ മാപ്പ് ചോദിക്കുക? ഉണ്ണിയെന്ന് വിളിച്ച എന്തോ ഒന്ന് വിളി കേൾക്കുമെങ്കിൽ ഞങ്ങളുടെ ഉണ്ണിയായി, രാധയുടെ ഉണ്ണിയേട്ടനായി തനിക്കിവിടെ കൂടരുതോ? വയ്യ. ശ്രീ മുരളി. മിസ്റ്റർ വിശ്വം, 500 കോടിയുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയവന്റെ നിസ്സംഗത ഇല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിൽ റിഹ്റാംകൊല കേസിൽ ജയിലിൽ പോയതിന്റെ ജരാളമെന്ന് കൂട്ടും. ഒരു സ്ഫോടനം, ഒരു ലഹള മതിയടോ. തലസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു ഡൽഹിയിൽ നിന്ന് അറിഞ്ഞു. അതാ തിരുവനന്തപുരത്തെ പൾസ് അല്ലേ മിസ്റ്റർ തേവള്ളിപ്പറമ്പൻ? നട്ടലുള്ളവൻ നാറിയാ പിന്നെ പരമ നാറിയാടോ. ശ്രീ ആലുംമൂടൻ. ആലുംമൂടനായി രംഗത്ത് വരുന്നു കലാഭവൻ ദിനേശൻ. മറിയാമോ? ചേട്ടി മറിയേ, ഞാനിപ്പോൾ വരുന്നത് കുഴിയുന്ന എന്തോ ഒരു തണുപ്പാടി മറിയേ. ഞാൻ പോയിട്ട് വേറൊരു ദിവസം വരാൻ കേട്ടോ. MS തൃപ്പൂണിത്തറ. സഹജവാസന കല്യാണ്ട് എന്താ പറയാ? എടോ വാര്, തന്റെ മോനെ ഞാൻ കണ്ടോ, കണ്ണലേക്ക് വെച്ചൊരു മധ്യവയസ്കൻ കൂടെ മോളും ഉണ്ടായിരുന്നെന്ന് അവൾ എന്നോട് ഓടിക്കുക. മാടോ വാരി അറിയോന്ന് ഞാനാകെ ചൂളിപ്പോയിടോ. പറഞ്ഞു നേരം പോയറിഞ്ഞില്ല. എന്നാ ഞാനങ്ങോട്ട് ഞാൻ പോവാണ്. ശ്രീ ഗോവിന്ദൻകുട്ടി. ഉടപ്പറന്നവളെ, ആ ഉറുക്കും നൂലൊന്ന് തരണം. കൈപ്പുള്ളി കത്തി, ഒരു മറവ് പറ്റി, തുമ്പോലാർച്ച പിഴച്ചവളാണോ എന്നൊരു സംശയം. അളിയ, നമുക്കിവളെ ആനമലയുടെ താഴെ നിന്നും താഴേക്കിടാം. എന്താ അളിയ? என்னம்மா பார்க்குற? டேய், நான் தான் வீரபத்ரா. ஏன் தடி வெட்டனா கூப்பு, முடி வெட்டனா மொட்டை, சட்டத்தை வெட்டனா கட்டை, எல்லாமே வெட்டனா வெட்ட. டேய் மாமா, நீங்க வாடா. நீ ஒரு மாமாவா? போய் சித்தப்பான கூப்பிடுறா. ஏய் சித்தப்பா, என்னடா புண்ணாக்கு? ശ്രീ ഷമ്മി തിലകൻ. സക്കീർ ഭായ്, മുസ്തഫ ഹാജിയുടെ ജീവൻ എടുക്കാൻ ഞാനും ദേവദേവൻ നമ്പ്യാരും റെഡ്ഡി പ്രദേശം കൂടെ നെറികേണ്ട ലീഗ് ഉണ്ടാക്കിയ പിന്നെ താഴത്ത് നീക്കാനുള്ള കൈക്കിടൊന്നും ഉണ്ടാവില്ല സക്കീർ ഭായ്. എന്നെ പോലുള്ള നീചമായിട്ട് പോയി നീക്കാനാവില്ല സക്കീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി, ബട്ട് അയക്കാൻ കൂട്ടി കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും. വരട്ടെ സക്കീർ അലി ഹുസൈൻ. ശ്രീ ജഗദീഷ് ശ്രീകുമാർ. അയ്യോ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേട്ടെ. നാരായണ ഹൂരായണ, തന്നോട് രണ്ട് വർത്തമാനം പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് നാളുകുറയായി. ഊട്ടി പോരാത്ത സായിപ്പിന് അരി വെച്ചുണ്ടാക്കി കൊടുത്ത കാശുകൊണ്ട് ഇവിടെ വന്നൊരു കൊട്ടാരം വാങ്ങി അവിടെ പാവപ്പെട്ട ഭ്രാന്തന്മാരെല്ലാം പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്ന പന്ന പരട്ട റാസ്കലല്ലോ താൻ. തന്നെ തൻ്റെ മകളെ ഈ നാട്ടിൽ ഈ നാരായണൻ നന്ദിച്ചില്ലെങ്കിൽ താൻ തൻ്റെ പേര് തൻ്റെ വാട്ടിക്കിട്ടു. പോയി കിടന്ന് ഉറങ്ങുമല്ലേ. അയ്യോ. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ശ്രീ ദിലീപ്. അതെ, എന്ത് തെറ്റാ ഞാൻ തന്നോട് ചെയ്തേ? എനിക്കൊന്നും മനസ്സിലാവില്ല. അബ്ബേ അച്ഛൻ വരുമ്പോൾ അച്ഛനോട് പറയണം. അച്ഛനുദ്ദേശിച്ച ആളൊന്നും ആവാൻ എന്നെ കൊണ്ടാവില്ലെന്ന്. അത് പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ. അത് ഞാൻ തന്നെ കണ്ടപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുട്ടിയുടെ ഈ കണ്ണും ഈ ചുണ്ടും ഈ മൂക്കും എനിക്ക് വളരെ ഇഷ്ടമായി. എന്നെ ഇഷ്ടമായില്ലേ? ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. ശ്രീ മനോജ് കെ ജയൻ. ബോംബെ വാല ഫാൻറ്റം പൈലി പോയില്ലേ? കൊന്നു ഞാൻ. ബാസ്റ്റന്റെ നേരെ 3 വന്നു, 3 പോയില്ലേ? ദോസ്തേ, ഈ പുല്ലന്നവനോട് പോകാൻ പറ, ഇല്ല ഇവന്റെ പള്ളയ്ക്ക് അങ്ങോട്ടിടും. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. സന്തോഷമായി അമ്മേ, സന്തോഷമായി. വരട്ടെ. मेरे भाई और बहनों, समाधान करता है। पाकिस्तान में बटल की किंडी नदी मुर्ची मुर्ची करती। भारत में जंगल देखा थोड़ा, मेरा मन में खुशी हो रहेगा, इसलिए मैं ऐसा ऐसा कर सकता है. मेरा कल की मुट्ठी अड्डा ऑपरेट करती तन्मूल നടക്കാൻ കഷ്ടപ്പെട്ട ആത്മീയ ജയ് ഹിന്ദ്.